MLA-മാരുടെ ഒരു നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നു കേരളത്തിൽ 5 വർഷം. ആദ്യം പിന്നീട് വന്ന 5 വർഷം. ഈ 10 വർഷം കേരളത്തിലെ ആ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്ത ആളെ ഫോട്ടോ എവിടെയും കാണുന്നുണ്ടോ? അത്തരമൊരു ചിത്രം കാണണമെങ്കിൽ ഇപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി നോക്കണം. കേരളത്തിലെ 140 നിയോജകമണ്ഡലത്തിലും ഇല്ലാന്ന് എൻ്റെ ബോധ്യം. പക്ഷേ തിരുവമ്പാടിയിലില്ല. തിരുവമ്പാടിയിലും നിലവിലെ സിറ്റിംഗ് MLA-യോടൊപ്പം ചേർത്ത് നിർത്തേണ്ട ഒരു മുഖമല്ലേ കഴിഞ്ഞ 10 കൊല്ലക്കാലമായി മുഖ്യമന്ത്രിയുടെ ഫോട്ടോ. തിരുവമ്പാടി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി CK കാസിമാണ് എനിക്കൊപ്പം ഉള്ളത്. തിരുവമ്പാടിയിലെ ട്രെൻഡൊക്കെ മാറണമെന്നാണല്ലോ പറയുന്നത്. മാറണമല്ലോ, മാറാത്ത ഒന്നുമില്ലല്ലോ, മാറ്റാൻ കഴിയുന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മൾ ഇറങ്ങിയത്. മാറിയിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞ സത്യമാണ്. ട്രെൻഡ് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. എങ്ങനെ മാറ്റിയതായി തിരുവമ്പാടി നമ്മൾ തുടക്കം മുതൽ തെരഞ്ഞെടുപ്പിന്റെ ആലോചനകൾ തുടങ്ങുന്ന സമയം മുതലേ വലിയ ചർച്ചയിലാണ്. തിരുവമ്പാടി കോൺഗ്രസ് എടുക്കും, ലീഗ് എടുക്കും, ലീഗിന് കിട്ടി, കോൺഗ്രസിന് കിട്ടി എന്നൊക്കെ. അവസാനം ലീഗിന്റെ കൈ കിട്ടുമ്പോൾ ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണെന്ന് തോന്നിയില്ലേ സ്ഥാനാർത്ഥിത്വം? അല്ല, ലീഗിന്റെ സീറ്റല്ലേ കുറെ വർഷങ്ങളായി മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ലീഗിന്റെ സീറ്റ് ഘടകകക്ഷികൾ തമ്മിൽ വെച്ച് മാറും എന്നൊക്കെ ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ ഒരു അവസരത്തിൽ പോലും ഞാൻ നിയോജക ലീഗിന്റെ പ്രസിഡന്റ് കൂടിയാണല്ലോ, എന്നോടോ അല്ലെങ്കിൽ ഞങ്ങളെ കമ്മിറ്റിയോടോ ഇങ്ങനെ വെച്ച് മാറുന്നുണ്ട് എന്നൊരു ഫൈനൽ വേർഡിംഗ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ചർച്ച പല രൂപത്തിൽ നടക്കുന്നുണ്ട്. വിന്നബിലിറ്റി തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാനം അത് ലീഗിന് തന്നെയാണെന്ന് ഉറപ്പ് വന്നു. ഉറപ്പിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ കാൻഡിഡേറ്റും ആയി എന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ വെച്ചുമാറ്റം സ്വാഭാവികമായിട്ടും ഏതെങ്കിലും നെഗറ്റീവ് ഫാക്ടറിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. ലീഗിനേക്കാൾ കുറച്ചുകൂടി നല്ലത് കോൺഗ്രസ് ആണെന്നുള്ള ഒരു ഫാക്ടറിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. ആ ഒരു പ്രോബ്ലംസ് ഒക്കെ ഈ ഘട്ടത്തിൽ പരിഹരിച്ചു, അവസാന ലാപ്പിലേക്ക് എത്തി. അത് നിങ്ങൾ ഉണ്ടാക്കിയ വെച്ചുമാറൽ എന്ന് പറയുന്ന ആ നെഗറ്റീവിന്റെ പിന്നിൽ കൃത്യമായി മീഡിയ ഉണ്ടെന്ന് എനിക്കറിയാം. മീഡിയ അത് ശരിക്കും ഡിസംബർ മാസത്തിൽ തുടങ്ങിയതാണ്. വേറെ ഏത് കോൺസ്റ്റിറ്റ്യൂൻസിയേക്കാളും വരി തിരുവമ്പാടി തന്നെയായിരുന്നു അന്ന് മുതലേ ചർച്ച. അപ്പോൾ ആ നെഗറ്റീവ് കൊണ്ടുവന്നതിന് പിന്നിൽ ആ മീഡിയയെ കൊണ്ട് അതിലേക്ക് അങ്ങനെ എത്തിച്ചതിന്റെ പേരിൽ മീഡിയക്കാർ ചെയ്തു എന്നല്ല, മീഡിയ അതിൽ എത്തിച്ചതിന്റെ പിന്നിൽ ശരിക്കും കൃത്യമായ താല്പര്യക്കാരുണ്ടായിരുന്നു. പക്ഷെ ആ താല്പര്യം വർക്കൗട്ട് ആയതില്ല എന്നുള്ളതിനാണ് ഇപ്പോൾ നിങ്ങൾ ആദ്യം ചോദിച്ച ട്രെൻഡ് മാറാണ്ടായ കാരണം. ആ ഒരു സാഹചര്യമായിരുന്നെങ്കിൽ ചിലപ്പോൾ തദ്ദേശീയമായ ഒരു കാൻഡിഡേറ്റ് പുറത്തുനിന്ന് വരുന്നൊരു കാൻഡിഡേറ്റ് തമ്മിൽ ഒരു മത്സരം ഉണ്ടായാൽ ചിലപ്പോൾ ട്രെൻഡ് വേറെ രൂപത്തിലായി പോയത്. അതായത് ഇത് ലീഗിന്റെ മണ്ഡലമാണ്, ലീഗിന്റെ പറഞ്ഞാൽ UDF-ന്റെ മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ 2-3 തവണയായിട്ട് അത് LDF-ന് കിട്ടുന്ന ചെറിയ മാറ്റങ്ങൾ കൊണ്ടാണ്. ആ ഒരു ഫാക്ടർ ഞാൻ ഓപ്പണായിട്ട് ചോദിച്ചാൽ സഭാ ഫാക്ടർ എന്നൊക്കെ പറയുന്നൊരു ഫാക്ടർ ഉണ്ടല്ലോ, അത് മറികടക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, 2011 UDF-ന്റെ കയ്യിൽ വീണ്ടും വന്ന 2006 പോയിട്ട് 2011 വീണ്ടും UDF പിടിച്ചു മോദിഗുഡ് സാഹിബിലൂടെ. 16 21 നിങ്ങൾ ഈ തുടർച്ചയായി പറഞ്ഞ 2 വർഷത്തെ പരാജയം. അത് രണ്ടും 5000 വോട്ടിന് താഴെയാണ്. ഒന്ന് 3000 സംതിങ് ആണ്, ഒന്ന് 4300 സംതിങ് ആണ്. ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിൽ ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായെന്ന് നിങ്ങൾക്ക് അറിയാം. അതിനപ്പുറം പുതുതായിട്ട് വന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു നിങ്ങൾ ഉദ്ദേശിച്ച ഫാക്ടറി ഇവിടെ ഒരു കാലത്തും അങ്ങനെ വർക്കൗട്ട് ആയിട്ടില്ല. അത് അങ്ങനെ ഒരു താല്പര്യം നേതൃത്വത്തിനുണ്ടായിട്ടില്ല, അത്തരം നേതൃത്വത്തിനുണ്ടായിട്ടില്ല. അവരൊക്കെ പരസ്യമായിട്ട് ഇത്തരം പ്രകടനം നടത്തിയായിട്ട് ഇതുവരെ എന്റെ ശ്രദ്ധപ്പെട്ടില്ല. ഞാനൊരു 20 കൊല്ലം ഇവിടെ ജനപ്രതിയായിരുന്നു. 10-15 കൊല്ലത്തോളമായി പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നു. ഞാൻ അത്തരമൊരു കുടിയേറ്റ മലയോര ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അത്തരമൊരു വിവേചനമോ അല്ലെങ്കിൽ അത്തരമൊരു വിഭാഗം വേണമെന്നോ ഒരു വിഭാഗം വേണ്ട എന്നൊന്നും പറയുന്ന ഒരു നേതൃത്വത്തെ, സഭാ നേതൃത്വത്തെ ഇതുവരെ എനിക്ക് കാണാൻ പറ്റില്ല. മാത്രമല്ല, നമ്മൾ ഇങ്ങനെ ആളുകൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പോലെ മതം നോക്കിയാണ് ആളുകൾ വോട്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് വോട്ടർമാരെയും കുറച്ചൊക്കെ ചെറുതായി കാണുന്ന പോലെ അല്ലേ? അല്ല, അത് സ്വാഭാവികമായിട്ട് അതിൽ വലിയ പ്രയാസം തിരുവമ്പാടിക്ക് മൊത്തമുണ്ട്. തിരുവമ്പാടിയിൽ എത്രയോ ആളുകൾ, പ്രായമായ ആളുകളൊക്കെ ഇപ്പോൾ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഞാൻ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് സ്തുതി പറഞ്ഞു എന്ന് പറഞ്ഞു. അതിനർത്ഥം അതിലുണ്ടല്ലോ, അല്ലെങ്കിൽ ഞങ്ങളൊരു പ്രതിസ്ഥാനത്ത് വന്ന് നിൽക്കപ്പെട്ടേനെ എന്ന് പറയുന്ന എത്രയോ പ്രായമായ കുടിയേറ്റ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ കാരണവന്മാരായിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞു ഞങ്ങൾ സ്തുതി പറയുന്നു ദൈവത്തോട്, കാരണം ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ ഒരു നരേറ്റീവ് വന്ന് ഞങ്ങൾ കാരണം ഇവിടെ ഒരു മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വിട്ടിറങ്ങി പോയി, അതൊക്കെ പിന്നീട് വരാൻ പോകുന്ന എന്തെല്ലാം കോൺസിക്വൻസ് ആയിരുന്നു എന്ന് റിട്ടയർഡ് അധ്യാപകരൊക്കെ കുറച്ച് ആളുകളുണ്ട്. സമൂഹത്തിൽ വലിയ വിള്ളലുണ്ടാക്കും. ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്ക് ക്രിസ്ത്യാനി വോട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്ക് മുസ്ലിം വോട്ട് ചെയ്യില്ല എന്നൊക്കെ പറയുന്ന ഒരു പ്രചരണം അത് സമൂഹത്തിൽ തെരഞ്ഞെടുപ്പിന് അപ്പുറത്ത് ആഫ്റ്റർ ഓൾ വലിയ മുറിവുണ്ടാക്കുന്നതാണ് അല്ലെ? തിരുവമ്പാടിയിൽ ഈ തെരഞ്ഞെടുപ്പ് കേരള സംസ്ഥാനത്ത് ഒരു പുതിയ സർക്കാരിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് ആകുമ്പോഴും അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ഇവിടുന്ന് ഒരു ജനപ്രതിനിധി ഉണ്ടാകാൻ വേണ്ടി മത്സരിക്കുമ്പോഴും തിരുവമ്പാടി റിസൾട്ടിന് വലിയ മാനങ്ങളുണ്ട്. നേരത്തെ ഈ പറഞ്ഞ പല എന്താ പറയുക ബിംബങ്ങളും ഉടഞ്ഞു വീഴുന്ന സംഭവങ്ങളാണ്. പലതും ഉണ്ടാക്കി വെച്ച നെഗറ്റീവ് ഒക്കെ പൊട്ടും. കാരണം തിരുവമ്പാടിയിലെ റിസൾട്ട് അത്തരത്തിലുള്ളതായിരിക്കും. അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും നിങ്ങൾ നേരത്തെ പറഞ്ഞ അത്തരം സമുദായക്കാരാണ്. കാരണം ഇനിയൊരു തോൽവിയോടെ അത്തരത്തിലുണ്ടായാൽ അത് സമുദായങ്ങൾ തമ്മിൽ വലിയ അകൽച്ച ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് അത്തരം ആളുകൾക്കുണ്ട്. ഇന്നലെയൊക്കെ രാത്രി വരെ ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന സമയത്ത് എന്നോട് പറയുന്നത് പോലെ ഇതിങ്ങനെ പറയും, ഇങ്ങനെ ചെയ്യേ, അങ്ങനെ ചെയ്യേ, അങ്ങനെ ചെയ്യേ, അത് അവരാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ ചോദിച്ച രൂപത്തിലുള്ള
അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ട്രെൻഡ് മാറിയതിന് പിന്നിൽ അങ്ങനെ ഒന്നാമത് UDFിൻ്റെ സ്ഥാനാർത്ഥികൾ വരുന്നതിൻ്റെ എത്രയോ മുമ്പ് തന്നെ എതിർ സ്ഥാനാർത്ഥികൾക്കൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായി. അവരൊക്കെ ഫീൽഡിലുള്ളവരായിരുന്നു. ഞാൻ വരെ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്കല്ല ജനപ്രതിയല്ലായിരുന്നു പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം വരെ ജനപ്രതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മൾ കയറി വന്ന് പെട്ടെന്ന് പ്രഖ്യാപനം കഴിഞ്ഞ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു നെഗറ്റീവ് മാറിയത് അല്ലെങ്കിൽ ഒരു ട്രെൻഡ് മാറിയതിന് പിന്നിൽ വലിയ ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടി. ഈ ലിൻഡോ ഇവിടെ MLA ആണ്. ഇപ്പോൾ തുരങ്കപാത പോലുള്ള വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത്. അപ്പോൾ MLAമാർക്ക് ഒരു ജനകീയതയുണ്ട് എന്നുള്ളതാണ് LDFിൻ്റെ ഒരു പ്രചരണത്തിലെ ടാഗ്ലൈൻ തന്നെ. ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിലും ഞങ്ങളുടെ MLAമാരൊക്കെ ജനകീയരാണ്. അപ്പോൾ അതിനെങ്ങനെ മറികടക്കാൻ പറ്റും? ശരി, ആ MLAമാരുടെ ഒരു നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നു കേരളത്തിൽ 5 വർഷം. ആദ്യം പിന്നെ വന്ന 5 വർഷം. ഈ 10 വർഷം കേരളത്തിലെ ആ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്ത ആളെ ഫോട്ടോ എവിടെയും കാണുന്നുണ്ടോ? അത്തരമൊരു ചിത്രം കാണണമെങ്കിൽ ഇപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി നോക്കണം. കേരളത്തിൽ 140 നിയോജകമണ്ഡലത്തിലും ഇല്ലാന്ന് എൻ്റെ ബോധ്യം. പക്ഷേ തിരുവമ്പാടിയിലില്ല. തിരുവമ്പാടിയിൽ നിലവിലെ സിറ്റിംഗ് MLAയോടൊപ്പം ചേർത്ത് നിർത്തേണ്ട ഒരു മുഖമല്ലേ കഴിഞ്ഞ 10 കൊല്ലക്കാലമായി മുഖ്യമന്ത്രിയുടെ ഫോട്ടോ? അത് കാണുന്നില്ല. അപ്പോൾ തന്നെ അവർക്ക് തന്നെ അറിയാം സംഭവം ശരിയായ ദിശയിലല്ല, ജനങ്ങൾ എന്താണ് ഇതിനോട് സമീപനം. അപ്പോൾ നിലവിലുള്ള സിറ്റിംഗ് MLAയുടെ പെർഫോമൻസും അതിൻ്റെ മികവും എന്നൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണെങ്കിലും അതിനൊക്കെ അപ്പുറം വലിയ വികാരം മലയോര മേഖലയുണ്ട്. ഈ വന്യമൃഗശല്യം നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ എത്രയോ വലുതാണ്. ഞാൻ എല്ലായിടത്തും സംസാരിച്ചത് ഒരു മനുഷ്യൻ്റെ ജീവനും 5000 കോടിയും 2 തട്ടിൽ വെച്ചാൽ മനുഷ്യൻ്റെ ജീവനാണ് അധികം തൂങ്ങുക. 5000 കോടി വേണമെങ്കിൽ നമുക്ക് എങ്ങനെയും കോമ്പൻസേറ്റ് ചെയ്യാം. പക്ഷെ മനുഷ്യൻ്റെ ജീവനും വല്ല കോമ്പൻസേഷൻ ഉണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ എത്ര കാലമായി വന്യജീവി അക്രമം, ആന, കടുവ, പിന്നെ പന്നി, കരടി, മറ്റെന്താ പറയുക, മയിൽ, മറ്റേ കുരങ്ങ് എല്ലാം ഉണ്ടല്ലോ. എന്നാൽ ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ഒരു ഗവൺമെൻറ് സ്വാഭാവികമായിട്ട് വൈഡാടി ചർച്ച ചെയ്യുമ്പോൾ തിരുവമ്പാടിയുടെ ഒരു ചർച്ച തന്നെ തുടങ്ങുന്നത് ഒരു മലയോര കുടിയേറ്റ കാർഷിക ജനത എന്നാണ് ആണല്ലോ. എന്തുകൊണ്ട് അതിനെക്കുറിച്ച് 10 വർഷമായിട്ട് ബഡ്ജറ്റിലൊന്നും പറഞ്ഞില്ല, ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയില്ല? ഞാൻ പറയുന്നു UDF അധികാരത്തിൽ വന്നാൽ എന്നെ ഇവിടെ ജനപ്രതിയെ തിരഞ്ഞെടുത്താൽ ഫസ്റ്റ് അജണ്ടതായിരിക്കും മലയോര മേഖലയിലെ വന്യജീവി അക്രമത്തിനുള്ള പരിഹാരം കാണുക തന്നെയായിരിക്കും. ആ ഒരു നടപടിയുമായിട്ട് കഴിഞ്ഞിട്ടേ ബാക്കിയൊക്കെ ഉണ്ടാവുള്ളൂ. ഈ ഇപ്പോൾ തിരുവമ്പാടിയിൽ പറയുമ്പോൾ ഈ തുരങ്ക പോലുള്ള വികസന പ്രവർത്തനങ്ങളുണ്ടല്ലോ, അത് UDF വന്നാലും അത് തുടരുന്നൊരു ഉറപ്പ് കൂടി നാട്ടുകാർക്ക്. ഈ തുരങ്കപാത എന്ന് പറയുന്നത് ഈ മറ്റേ പരശുരാമൻ മഴുവറിഞ്ഞ് കണ്ടെടുത്തിയതാണ് കേരളം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റീബിൽഡ് കേരളം വന്നപ്പോൾ വേറെ ചില പേരൊക്കെ വന്നായിരുന്നു. ഞാൻ എത്രയും പറയുന്നുള്ളൂ, കേരളം പുതുതായിട്ട് ആരെ കണ്ടെത്തിയെന്നത്. അതുപോലെയുള്ളൂ. തുരങ്കപാത 2014 UDF സർക്കാരിൻ്റെ കാലത്ത് ബഡ്ജറ്റിൽ കൊണ്ടുവന്ന് UDF ആണ്. അതിനുശേഷം 20 കോടി രൂപ അനുവദിച്ച് UDFിൻ്റെ ഭരണകാലത്താണ്. ആ പണം ഉപയോഗപ്പെടുത്തി റൂബി സോഫ്റ്റ്വെയർ കമ്പനിയെ വെച്ചിട്ട് സർവേ നടത്തിയതും UDFിൻ്റെ കാലത്താണ്. ആ സർവേ നടത്തുമ്പോൾ അവിടെ റോഡാണ്, ബദൽ പാതയാണ്. സർവേ റിപ്പോർട്ടിലാണ് അത് തുരങ്കമായി മാറുന്നത്. ആ തുരങ്കം പിന്നീട് ഫോളോഅപ്പ് ചെയ്ത് ഇപ്പോൾ ഇവിടെ എത്തി, ഈ ഘട്ടത്തിലെത്തി. ആ ഘട്ടത്തെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല, എത്ര പ്രാവശ്യം ഉദ്ഘാടനം ചെയ്യുന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നു നമ്മൾ തുടങ്ങി വെച്ച പദ്ധതിയല്ലേ, അതുകൊണ്ട് കുഞ്ഞാണ് UDFിന് കുഞ്ഞാണ്. 100% അത് ഞങ്ങൾ പൂർത്തിയാക്കും. അതിനെ വളർത്തി വലുതാക്കി പൊതുസമൂഹത്തിലേക്ക് തുറന്നു കൊടുക്കും. അത് സംശയം വേണ്ട. അപ്പോൾ ഈ ട്രെൻഡ് മാറി എന്ന് പറയുന്നത് ഈ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഉണ്ടായ ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാണ്. 100% അല്ലേ. കാരണം ജനങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു വികാരം തോന്നുന്നു. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം ജനങ്ങൾ അനുഭവിച്ചൊരു ദുരിതം, 10 വർഷത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണം മൂലം ഏതെങ്കിലും ഒരു സെക്ടറിൽ ജീവിക്കുന്ന ഒരാൾ ഞങ്ങളുടെ സെക്ടറിന് നല്ല ഗുണമായിരുന്നു എന്ന് പറയുന്ന ഒരാളുണ്ടോ? ഒരാളുമില്ല. മദ്യപാന്മാർക്ക് കൂടുതൽ വേണേ മദ്യശാല തുറന്നു കിട്ടിയോണ്ട് ഗുണം കിട്ടി, പക്ഷെ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് വേറെ ഉണ്ടല്ലോ അവിടെ കുടുംബങ്ങൾക്കാണ്. അപ്പം വേറെ ഒരാളും പറയുന്നില്ല. മാത്രമല്ല ഇത്തരം ഞാൻ പറഞ്ഞ ഈ വന്യജീവി അക്രമം, അതുപോലെ മലയോര മേഖല വലിയ പ്രശ്നം എന്താ പറയുക, ഈ ലാൻഡ് ട്രിബ്യൂണലിൽ നിന്ന് പട്ടയം കിട്ടി, എല്ലാ റവന്യൂ ഡോക്യുമെൻറ്റും കിട്ടി, സ്വസ്ഥമായി തങ്ങളുടെ പരിധിയിലുള്ള ഭൂമി കെട്ടിയടച്ച് ശരിക്കും വൃത്തിയാക്കി ബൗണ്ടറി കെട്ടി കിടന്നുറങ്ങുന്ന കർഷകൻ നേരം വിളിക്കുന്ന കാണുന്നത് ഫോറസ്റ്റിൽ നിന്ന് വന്നിട്ട് ചെണ്ടയിടുന്നതാണ്. അവരോട് ചോദിക്കും ഇതെങ്ങനെ ഞങ്ങളുടെ ഭൂമിയിൽ ഒരു നോട്ടീസ് പോലും അയച്ചില്ലെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള നിയമപരമായ അവകാശം ഉണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് 2023 ഈ ഇടതുപക്ഷ സർക്കാർ ഉണ്ടാക്കിയൊരു നിയമമാണ്. ആ നിയമമൊക്കെ കൃത്യമായി നമ്മൾ ജനവിരുദ്ധമായ നിയമം നമ്മൾ പിൻവലിക്കുക, സംശയം വേണ്ട. അവസാനമായിട്ട് ലീഗിനകത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന പറയുന്നത്, അതൊക്കെ പരിഹരിച്ചോ? ഈ പ്രശ്നങ്ങൾ എന്നുള്ളതിനപ്പുറം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. ഒരഭിപ്രായത്തിലേക്ക് എത്തുന്നവരെ ആ ചർച്ചകൾ നടക്കും. ആ ഒരു അഭിപ്രായത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ സ്വഭാവമായിട്ട് അതിൽ നിൽക്കും. പിന്നെ ഈ പറയപ്പെടുന്ന ലീഗിൻ്റെ അകത്തുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ഏത് കോണിൽ നിന്നാണ് ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കുക എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു ബൈലോയിലുള്ളതാണ്. അങ്ങനെ ഒരു അച്ചടക്ക നടപടി സ്വീകരിച്ച തിരുവമ്പാടിയിലെ കുറച്ചാളുകൾ അവർക്ക് തിരിച്ചു വരാൻ ഇപ്പോഴും അവസരമുണ്ട്. ഇതിനു മുമ്പ് അവസരം ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് ഇലക്ഷന് മുമ്പേ നിങ്ങളുടെ ലീഗിൻ്റെ പ്രസിഡന്റുകൾക്ക് ഞാൻ പറയുന്നുണ്ട്, ആ മാനദണ്ഡം പാലിച്ചുകൊണ്ട് അവർ വരികയാണെങ്കിൽ തിരിച്ചെടുക്കാം. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുക ചർച്ച, അല്ലാതെ വേറെ പ്രതികരണം ഒന്നും നടക്കുന്നില്ലല്ലോ. തിരിച്ചെടുത്തുകൊണ്ട് ഒരു പ്രശ്ന പരിഹാരം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാവുമോ? തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്നുള്ളതല്ല, ആദ്യം പോലെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അത്തരം ആവശ്യങ്ങളൊക്കെ അവർ ഉയർത്തിക്കൊണ്ടുവരാൻ പൂർണ്ണമായും നമ്മൾ പോസിറ്റീവായി പ്രതികരിക്കുന്നതിനോട്. എല്ലാവിധ ആശംസകളും. താങ്ക് യു.
ചെയ്യും.